കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെ നേരിൽ കാണുകയും അദ്ദേഹത്തോട് നമ്മുടെ വണ്ടൂർ കാളിയാവ് റൂട്ടിലെ വാണിയമ്പലം റെയിൽവേ ക്രോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ ഞാൻ പോയി കാണുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് റെയിൽവേ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടിക്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ട് 20,90,00,000 രൂപ അദ്ദേഹം ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് ആർഒബിക്ക് വേണ്ടി നീക്കിവെച്ചതാണ്. അത് നീക്കിവെച്ചിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും വൈകി പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിന് അംഗീകാരം വാങ്ങുക എന്നുള്ളത് നടത്താൻ നമുക്ക് കഴിഞ്ഞു. ട്രാഫിക് സ്റ്റഡി നമ്മൾ നടത്തി, DPR അംഗീകാരം വാങ്ങി, മണ്ണ് പരിശോധന നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആണ്. ഇവർ കൊടുത്ത DPR അനുസരിച്ച് റെയിൽവേ ഓവർബ്രിഡ്ജ് പോകുന്ന ഭാഗങ്ങളിലെ കെട്ടിടങ്ങളും സ്ഥലവും ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം, 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്ക് ഈ റെയിൽവേക്ക് ആവശ്യമായ സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KRDCL മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണത്. കാരണം ഇത് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി ഏറ്റെടുത്ത് അത് റെയിൽവേക്ക് നൽകി കഴിഞ്ഞാൽ റെയിൽവേ ഒട്ടും താമസമില്ലാതെ പ്രവൃത്തി ആരംഭിക്കും. ഞാൻ ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് കളക്ടർക്ക് നൽകിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അറിയിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ നടപടിക്രമം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് ആ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ കളക്ടർക്ക് ഇതിനാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി ചില നടപടിക്രമങ്ങളുണ്ട്. സാമൂഹിക ആഘാത പഠനമുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില നടപടിക്രമങ്ങളുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ AS ഇറക്കണം. അപ്പൊ അത്തരം ചില നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ നടത്തേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ നടപ്പാക്കുന്നതിനുള്ള ശ്രമം നമ്മൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വണ്ടൂരിലെ മാത്രമല്ല, വണ്ടൂർ വാണിയമ്പലം റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്. അതിന് പരിഹാരം കാണുന്നതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്ഥലം ഏറ്റെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് അതിനുള്ള ഡയറക്ഷൻ കൂടി ഇന്ന് ഗവൺമെന്റ് ജില്ലാ കളക്ടർക്ക് 4 ദിവസം മുമ്പ് നൽകി. അതും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഏറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒക്കെയുള്ള പിന്തുണ, ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒക്കെ പിന്തുണ ഗവൺമെന്റിനുണ്ടാവും. ഗവൺമെന്റ് അതിലൊരു വീഴ്ച വരുത്താതെ ജില്ലാ കളക്ടർ അടിയന്തരമായി അത് ചെയ്യും. സ്വാഭാവികമായും അവർക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ ഉടൻ പാലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏറെക്കാലമായി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ വാണിയമ്പലം റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ പ്രവൃത്തി നമുക്ക് തുടങ്ങാൻ കഴിയും.